ആവശ്യത്തിന് വെളിച്ച സംവിധാനമില്ലാത്ത ഒരു ക്യാമ്പ് നടത്തുന്ന സ്ഥലമാണ്. ഒരു പെട്രോമാക്സ് കിട്ടിയ കാര്യം സാധിക്കാമായിരുന്നു. കിട്ടില്ല. ചേട്ടന്റെ ബാഗിൽ മെഴുതിലുണ്ടാവോ അതിന് കത്തിച്ചിട്ട്? ഇല്ല. ചിരട്ട ഉണ്ടാവോ അതിന് കത്തിച്ച് ആളിച്ചിട്ട്? ഏക്കാട് ഉന്നതിയിലെ പൊന്നോ കൊടുക്കത്താ പിന്നെ ഇങ്ങനെയാണ്. എനിക്ക് എന്റെ ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല. നല്ലൊരു പുണ്യപ്പെട്ട വസ്ത്രം ധരിച്ച് ഞാൻ കുറച്ച് നല്ല പ്രവൃത്തികൾ ഇവിടെ ചെയ്തോട്ടെ. കൊച്ചിനെ തട്ടി തോളക്കേറ്റ നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. ക്യാമ്പ് സജ്ജീകരണം ഇവിടെ വെളിച്ചം പോലും ഇല്ല. അപ്പൊ ഒരു ജനറേറ്റർ സംവിധാനം ഇല്ല ഇവിടെ. ജനറേറ്റർ ഇന്നലെ അതിലുണ്ട്, ഇവിടെ പ്രവർത്തിക്കുന്നില്ല. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഊഹിക്കുന്നുടാ പട്ടി. എവിടെ ഫുൾ ടൈം പ്രവർത്തനമുണ്ട്. ജനറേറ്റർ ഇന്നലെ 7 മണിയായപ്പോ കൊണ്ടുവച്ചാണ് ഇന്ന് രാവിലെ വരെ. ഇപ്പോഴും ജനറേറ്റർ നിങ്ങൾക്ക് ലൈവായിട്ട് നോക്കാമല്ലോ. പരമനാറി പട്ടി കഴിവടാ മോളെ. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ തെണ്ടി. ഫുൾ ടൈം പ്രവർത്തനമുണ്ട്. ജനറേറ്റർ ഇന്നലെ 7 മണിയായപ്പോ കൊണ്ടുവച്ചാണ് ഇന്ന് രാവിലെ വരെ. ഇപ്പോഴും ജനറേറ്റർ നിങ്ങൾക്ക് ലൈവായിട്ട് നോക്കാമല്ലോ. ഇന്നലെ രാത്രിയില് 10:30 വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല പ്രകാശമുണ്ട്. എല്ലാരെയും കിടത്തി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്നാ അങ്ങനെയാണ്. നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ നുണ പറയണേ? ശീലായി പോയി കുരിഞ്ഞട്ടാ, മാറ്റണം. ക്യാമ്പും സജ്ജമാക്കി കൊടുത്തു. ഉച്ചക്കത്തെ ഫുഡ് കൊടുത്തു. ഇടയ്ക്ക് പറഞ്ഞു കട്ടൻ കാപ്പി വേണമെന്ന് പറഞ്ഞു, അത് കൊണ്ട് കൊടുത്തു. ചായ കൊടുത്തു. എല്ലാം ചെയ്യുന്നുണ്ട്. മാക്സിമം ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യുന്നുണ്ട്. പക്ഷെ വയസ്സാൻ കാലത്തല്ലേ പിണ്ണതൈലവും തേച്ച് കൊച്ചുമക്കളെയും കളിപ്പിച്ച് വീട്ടിലങ്ങനെ ഇരുന്നാ പോരെ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത് ഇറങ്ങിട്ട് പോരും. എന്താ അവർക്ക് വേണം? ഞങ്ങൾ ഇവിടെ റെഡിയാണ്. ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട്, പഞ്ചായത്തിന്റെ 5 ഉദ്യോഗസ്ഥരുണ്ട്, വില്ലേജ് ഓഫീസറുണ്ട്, എല്ലാവരും ഉണ്ട്. ചുമ്മാത് പറയരുത്. എന്തെങ്കിലും ഉണ്ട് ഞങ്ങളോട് പറയണം. അല്ല അവിടെ ഇവിടെ നടന്ന് ചുമ്മാ കുറ്റം പറയാൻ വേണ്ടി ആണെങ്കിലും പറഞ്ഞിട്ട് കാര്യം. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. ഒരുമാതിരി വില്ല് വെച്ച വർത്താനം പറഞ്ഞാണല്ലോ ആറ്റിക്ക് ചെവിക്കല്യാൻ പൊട്ടിക്കും. പെണ്ണാണെന്ന് ഞാൻ നോക്കില്ല. ടിവിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് വയ്യ. ചോദ്യോത്തരം ഒന്നും ഉണ്ടാവില്ല, പെരുമാറിലുണ്ടാവുള്ളൂ.